മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓണം എക്സാമിൽ നമുക്ക് ചോദിക്കാൻ നല്ല സാധ്യത ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. പ്രൊഫൈൽ റൈറ്റിംഗ് അല്ലെ, നമ്മൾ 8ാം ക്ലാസ് തൊട്ടാണ് മിക്കവാറും എല്ലാവരും ആദ്യമായിട്ട് ഒരു പ്രൊഫൈൽ എഴുതുന്നുണ്ടാവുക. ഇനി ഇതിന്റെ മേലേക്കുള്ള ക്ലാസ്സസ് 9th ആയിക്കോട്ടെ 10th ആയിക്കോട്ടെ അവിടെയൊക്കെ ഉള്ള ഒരു സ്ഥിരം ക്വസ്റ്റനും കൂടിയാണ് ഈ പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഈ ചെറിയ ക്ലാസ് ആണല്ലോ, നമ്മൾ 8th ഇപ്പോഴേ നിങ്ങൾ അതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ഫോർമാറ്റ്, ഒരു കോമൺ ഫോർമാറ്റ് അല്ലെങ്കിൽ അത് എഴുതുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ പ്രത്യേകമായിട്ട് വേറെ പഠിക്കേണ്ട വരില്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി കഴിയും കേട്ടോ. സോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ താഴെ നിന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക ആൻഡ് ഡു കമന്റ്, താഴെ നിങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 4 മാർക്സിനാണ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവുക കേട്ടോ. ഇനി നമ്മൾ 9th 10th ഒക്കെ എത്തുമ്പോൾ നമുക്ക് 5 മാർക്കിനാണ് ചോദിക്കുക. സോ എനിക്കൊന്ന് വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു മാർക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ പ്രൊഫൈൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് പറഞ്ഞതിന് മുൻപ് മിസ് വേറൊരു കാര്യം പറയട്ടെ മക്കളെ, നമ്മുടെ എജ്യൂപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടാവും. ആ മെന്റർ നിങ്ങളെ വിളിച്ച് അന്വേഷിക്കും, നിങ്ങൾ എന്തായി, പഠിത്തം എന്തായി, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ കണ്ടോ, അല്ലെങ്കിൽ ഈ ലൈവിന് കയറിയിരുന്നോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് ഒരു മെന്റർ ഉണ്ടാവും. പിന്നെ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ലൈവും വീഡിയോസും അല്ലാണ്ട് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ്, സൂം ലൈവ്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആപ്പിന്റെ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ, അതായത് ഓരോ കുട്ടിക്കും അവരവരുടെ ചാപ്റ്റേഴ്സ് എത്ര പഠിച്ചു തീർന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടാണ്. അങ്ങനെ അടിപൊളി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സോ ആപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന 9207998855 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴെ ജസ്റ്റ് ആ ഒരു ഫോമിനകത്ത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്രൊഫൈലിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മേലെ നമ്മൾ ഹെഡിങ് എഴുതണം. എന്താണ് ഹെഡിങ് എഴുതേണ്ടത്? ആരുടെ പ്രൊഫൈലാണോ നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് അവരുടെ പേരിന് എന്ത് ചെയ്യാം, മേലൊരു ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കണം. ഇപ്പൊ സപ്പോസ് ഇവിടെ നമ്മൾ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രൊഫൈലാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം മേലെ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്നുള്ളത് മേലൊരു ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഇനിയിപ്പോ നമ്മൾ മോഹൻലാലിന്റെ പ്രൊഫൈൽ എഴുതാൻ വേണ്ടി പോവുകയാണെങ്കിൽ എന്താ, മോഹൻലാൽ എന്നുള്ള മേലെ ടൈറ്റിൽ ആയിട്ട് കൊടുക്കുക. ഇതാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ, ഹെഡിങ് ആദ്യം എഴുതുക. ദെൻ ആരാണെങ്കിലും അല്ലെ, ഇപ്പം ഒരാളെ കുറിച്ച് എഴുതുമ്പോ എന്താണ്, നെയിം അല്ലെ, APJ അബ്ദുൽ കലാം ആവുമ്പം APJ അബ്ദുൽ കലാം വാസ് ബോൺ എന്നാണ് പറയേണ്ടത്. വാസ് ബോൺ ആണ് കേട്ടോ. ഇസ് ബോൺ എന്നൊക്കെ ചിലത് തെറ്റിച്ച് എഴുതാറുണ്ട്. ഇസ് ബോൺ അല്ല, വാസ് ബോൺ. ഇനിയിപ്പോ അത് ജീവനോടെ ഉള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ മരിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും അതൊന്നും നിങ്ങൾ നോക്കണ്ട, ജനിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ. എല്ലാരും ജനിച്ചിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ആവുന്നത്. സോ അത് വാസ് ബോൺ ആണെന്ന് ഇതാ കണ്ടോ, വാസ് ബോൺ, അത് നിങ്ങൾ ഓർത്തു വെക്കാം. ഇനി കുറെ പേര് തെറ്റിക്കുന്ന വേറൊരു സംഗതി മിസ് കാണിച്ചു തരാം കേട്ടോ. അതായത് ഇവിടെ നിങ്ങൾ കണ്ടോ, 15th August 1947. ഇതിപ്പോ എന്താണ്, ഇത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് ആണ് അല്ലെ, കൃത്യമായ ഒരു ഡേറ്റ് ആണ്. 15th August 1947 എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. സോ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് ആണ് നിങ്ങൾക്ക് അവരുടെ ജനിച്ച, അതായത് അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവർ ജനിച്ച ദിവസം അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മുന്നിൽ കൊടുക്കേണ്ടത്, ഓൺ ആണ് കേട്ടോ. ഇത് കുറെ പേര് തെറ്റിക്കാറുണ്ട്. ആൻഡ് ഇത് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ടീച്ചർക്ക് മനസ്സിലാവും, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇഷ്ടം പോലെ തെറ്റുണ്ടെന്നുള്ളത്. സോ ഒരു കാരണവശാലും അത് തെറ്റിക്കരുത്. നിങ്ങൾക്ക് ഒരാൾ ജനിച്ച ഡേറ്റ് കൃത്യമായിട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ എഴുതുമ്പോൾ എവിടെയെങ്കിലും നമുക്ക് ആ ഒരു കറക്റ്റ് ഡേറ്റ് തരികയാണെങ്കിൽ നമ്മൾ അവിടെ ഓൺ കൊടുക്കണം. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക, ഡേറ്റ് തരികയാണെങ്കിൽ ഓൺ കൊടുക്കണം. ഓക്കെ, ഇനിയിപ്പോ വേറൊരു കാര്യം കൂടെ മിസ് പറഞ്ഞുതരാം. സപ്പോസ് അവിടെ ഈ ഡേറ്റ് തന്നിട്ടില്ല, 15th എന്നുള്ള ഡേറ്റ് തന്നിട്ടില്ല, പകരം മാസവും വർഷവും അല്ലെ, ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് August 1947 എന്നാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. സോ അവിടെ ഓഗസ്റ്റും 1947 മാത്രമാണുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഓൺ എഴുതിയ തെറ്റിപ്പോവും. അപ്പൊ നമുക്ക് എന്താണ്, ഇൻ ഓഗസ്റ്റ് 1947, എന്താണ്, ഇൻ ഓഗസ്റ്റ് 1947, അങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റി എഴുതാം കേട്ടോ. ഇനിയിപ്പോ നമുക്കിവിടെ ഓഗസ്റ്റും തന്നിട്ടില്ല, ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് 1947 എന്ന് തരികയാണെങ്കിൽ അവിടെയും നമ്മൾ ഇന്ന് തന്നെയാണ്. കാരണം ഒരു ഇയറിന്റെ മുന്നിൽ, ഓക്കെ, ഒരു വർഷത്തിന്റെ മുൻപിലും അതുപോലെ തന്നെ മന്ത് ഏതെങ്കിലും മാസത്തിന്റെ മുന്നിലാണെന്നുണ്ടെങ്കിൽ ഇന്ന്, ഓക്കെ, ഇന്ന് കൊടുക്കാം. ഓണം ഇസ് സെലിബ്രേറ്റഡ് ഇൻ ചിങ്ങം അല്ലെ, ചിങ്ങത്തിലാണ് ഓണം സെലിബ്രേറ്റഡ് ആകുന്നത്. അല്ലെങ്കിൽ ക്രിസ്മസ് ഇസ് സെലിബ്രേറ്റഡ് ഇൻ ഡിസംബർ, അങ്ങനെ നമുക്ക് എഴുതാം. പക്ഷെ ക്രിസ്മസ് ഇസ് സെലിബ്രേറ്റഡ്
ഓൺ 25th ഓഫ് ഡിസംബർ. കാരണം അവിടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഉണ്ട്. എല്ലാ വർഷവും ഡിസംബർ 25th ആണ് എന്ത് ക്രിസ്മസ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. സോ ക്രിസ്മസ് ഇസ് സെലിബ്രേറ്റഡ് ഓൺ 25th ഓഫ് ഡിസംബർ ആൻഡ് ക്രിസ്മസ് ഇസ് സെലിബ്രേറ്റഡ് ഇൻ ഡിസംബർ. ആ ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലെ? സോ ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു മാർക്ക് കിട്ടുന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കണ്ടോ, ഇവിടെ കണ്ടോ, ഡേറ്റ് ആണെങ്കിൽ ഓണ്, വർഷമാണെങ്കിൽ നമ്മൾ ഇന്ന്. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ എല്ലാവരും തെറ്റിക്കുന്ന വേറൊരു കാര്യമാണ് അറ്റും ഇന്നും. ഈ അറ്റും ഇന്നും എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലേസസ്, സ്ഥലങ്ങളുടെ മുന്നിലാണ് നമ്മൾ അറ്റും ഇന്നും കൊടുക്കുന്നത് കേട്ടോ. അതിനകത്ത് തന്നെ മിസ് പറയട്ടെ, സ്പെസിഫിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം പറയാനിരിക്കുക. ഇപ്പൊ നമുക്കിവിടെ ഡോക്ടർ APJ അബ്ദുൽ കലാം ആവുന്ന സമയത്ത് നമ്മളിതാ അദ്ദേഹത്തിന്റെ മെയിൻ സ്ഥലമാണ് ഏത്, രാമേശ്വരം അല്ലെ? യെസ്, രാമേശ്വരം, തമിഴ്നാടു, ഇന്ത്യ. ഓക്കെ, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ രാമേശ്വരം എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു സ്ഥലമാണ് അല്ലെ, ഒരു കറക്റ്റ് പ്രോപ്പർ പ്ലേസ് ആണ്. നമ്മുടെ APJ അബ്ദുൽ കലാം ജനിച്ചിട്ടുള്ള പ്രോപ്പർ പ്ലേസ് ആണ്. സോ അങ്ങനെ കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലം തരികയാണെങ്കിൽ അതിന്റെ മുന്നിൽ നമുക്ക് അറ്റ് ചേർക്കാം. ഓക്കെ, കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് അറ്റ് ചേർക്കാം. ഇനിയിപ്പോ അതല്ല, തമിഴ്നാടു എന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേറ്റ് ആണ്. സോ ഇൻ തമിഴ്നാടു, ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഇൻ തമിഴ്നാടു. ഓക്കെ, അല്ലെങ്കിൽ അല്ലെ അവിടെ ആ ഒരു സ്ഥലം പറയുമ്പോൾ നിങ്ങൾക്ക് ഇൻ തമിഴ്നാടു എന്ന് പറയാം. പക്ഷെ രാമേശ്വരം എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ട് കൃത്യമായ സ്ഥലം പറയുമ്പോൾ അറ്റ് രാമേശ്വരം എന്ന് പറയണം. അപ്പൊ ഈ അറ്റ് രാമേശ്വരം കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ന സ്ഥലം അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അറ്റ് രാമേശ്വരം എന്ന് എഴുതുക, കോമ ഇന്ത്യ അല്ലെങ്കിൽ കോമ തമിഴ്നാടു അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പം അറ്റും ഇന്നും വെച്ച് സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കരുത്. ഇനിയിപ്പോ ഇതല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ രാമേശ്വരം തന്നിട്ടില്ല എന്ന് വിചാരിക്കുക, അപ്പൊ നമ്മൾ അറ്റ് തമിഴ്നാടു എന്ന് പറയില്ല, ഇൻ തമിഴ്നാടു എന്നാണ് പറയാ. ഓക്കെ, വലിയ വലിയ സ്ഥലങ്ങളാകുമ്പോൾ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുക. അതായത് ഒരു സ്റ്റേറ്റ്, ഒരു കൺട്രിയുടെ ഒക്കെ മുന്നിൽ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുക. നേരെ മറിച്ച് ഒരു പഞ്ചായത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ പേരൊക്കെ ആണെങ്കിൽ അറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ആ കാര്യം ഓർത്ത് വെക്കുക. പിന്നെ നമ്മള് അവരൊരു ഫേമസ് ആയിട്ടുള്ള അല്ലെ ഒരു ഡയറക്ടർ ആണ് അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഷീ ഓർ ഹി ഇസ് എ ഫേമസ്. ആണാണെങ്കിൽ ഹി, പെണ്ണാണെങ്കിൽ ഷീ. ദെൻ ഹിസ് ഓർ ഹെർ പേരൻസ് ആർ അല്ലെ, അവരുടെ എന്നുള്ള പറയണ. അപ്പൊ അവിടെ എന്താണ്, ഹി എന്നുള്ളത് മാറിയിട്ട് ഹിസ് ആയിട്ടുണ്ട് കണ്ടോ, അല്ലെങ്കിൽ ഷീ എന്നുള്ളത് മാറിയിട്ട് ഹെർ ആവുന്നുണ്ട്. ആ കാര്യം ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ഒരാള് പഠിച്ച സ്ഥലമാണ് പറയുന്നത് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താവും, he or she was educated at. കണ്ടോ, he or she was educated at എന്നായിട്ട് മാറും, was educated at കേട്ടോ. അല്ലെങ്കിൽ he or she completed her suppose APJ അബ്ദുൽ കലാം എന്നാണ് വിചാരിക്കുക. He completed his master's degree from. Okay, he completed his master's degree from. അങ്ങനെ നിങ്ങൾക്ക് പറയാം കേട്ടോ. Then next ഇതാ, അവരുടെ ജോലി ബിഗിൻ ചെയ്തതാണ്. ഷീ ഓർ ഹി സ്റ്റാർട്ടഡ് ഹിസ് കരിയർ. ഓക്കെ, ദെൻ വർക്ക്ഡ് ആസ്, അവരിങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ, ഷീ ഓർ ഹി ഹാസ് ഗോട്ട് മെനി അവാർഡ്സ്. ഇതിന് വേറെ കാര്യങ്ങളും നിങ്ങൾക്ക് പറയാം കേട്ടോ. എന്താണ്, ഹി ഓർ ഷീ ഹാസ് റിസീവ്ഡ് അല്ലെ, ഹി ഓർ ഷീ ഹാസ് റിസീവ്ഡ് മെനി prestigious awards. Okay, many prestigious awards അല്ലെങ്കിൽ വെറും awards എഴുതിയാലും മതി ട്ടോ. many prestigious awards. Okay, so ഇങ്ങനെ എഴുതുന്നത് കുറച്ചും കൂടെ മാർക്ക് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. he or she has received many prestigious awards. ഇനി അവാർഡിന്റെ പേര് തന്നിട്ടുണ്ടെന്നാണെങ്കിൽ awards like എന്ന് എഴുതുക കേട്ടോ. അപ്പൊ അവാർഡ് ഇപ്പൊ ഭാരതരത്നയൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ APJ അബ്ദുൽ കലാമിന്. സോ എന്ത് ചെയ്യാം, അവാർഡ്സ് ലൈക്ക് എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുള്ള അവാർഡ് ഏതൊക്കെയാണോ അതിന്റെയൊക്കെ പേര് അവിടെ എഴുതി വെക്കാം. ദെൻ ഇനി ഒരാള് മരണപ്പെട്ടു അല്ല, അവർ മരിച്ചു എന്നുള്ളതിന് നമ്മൾ എന്താ, ഡൈഡ് ഓൺ എന്നല്ല, അവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്, പാസ്ഡ് അവേ ഓൺ എന്നാണ്. എന്താണ്, പാസ്ഡ് അവേ. എവിടെയും ഡേറ്റ് തരികയാണെങ്കിൽ ഓൺ കൊടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇനി നമുക്ക് APJ അബ്ദുൽ കലാമിന്റെ ഒരു പ്രൊഫൈൽ നോക്കിയാലോ. നോക്കിയിടാ, ഡോക്ടർ APJ അബ്ദുൽ കലാം ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ APJ അബ്ദുൽ കലാം വാസ് ബോൺ ഓൺ, കണ്ടോ, ഓൺ 15th October 1931 അറ്റ് രാമേശ്വരം. കണ്ടോ, അറ്റ് രാമേശ്വരം കോമ തമിഴ്നാടു. കണ്ടോ,
മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത്? Then he was a famous scientist, aerospace engineer, author and the 11th president of India. ഇതൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്ന ഡീറ്റെയിൽസ് നമ്മൾ സെന്റൻസ് ആക്കി എഴുതുന്ന കേട്ടോ. He is popularly known as, ഒന്നെങ്കിൽ he is popularly known as എന്ന് എഴുതാം, അല്ലെങ്കിൽ എന്ത് എഴുതാമെന്നറിയോ? He is കാണിച്ചു തരാമേ, well known as, well known as ഇങ്ങനെ എഴുതാം കേട്ടോ. He is well known as the എന്താ അറിയപ്പെടുന്നത് അദ്ദേഹം? The missile man of India and people's president. അല്ലെ, the missile man of India and the people's president ആണ് അദ്ദേഹം നല്ല ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത്. കണ്ടോ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു അല്ലെ, he studied, കണ്ടോ, he studied at St. Joseph's College, തിരുച്ചിറപ്പള്ളി, and the Madras Institute of Technology, Chennai. So നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? He was educated at അങ്ങനെ എഴുതാം, അതല്ലെങ്കിൽ എന്താണ്? He completed his education അങ്ങനെ എഴുതാം കേട്ടോ, തെറ്റൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഓക്കെ ആണ്. പിന്നെ his famous books are എന്ന് പറയാം, അല്ലെങ്കിൽ his famous books include Wings of Fire, Ignited Minds and India 2020. He received, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു അല്ലേ, അദ്ദേഹത്തിന് അവാർഡ്സ് കിട്ടി എന്നുള്ള എന്താ പറയുന്നത്? He received several prestigious awards including the Bharat Ratna. കണ്ടോ, അപ്പൊ ആ ഒരു കാര്യം നമുക്ക് അവിടെ എഴുതാം കേട്ടോ. Then he served as the president of India from 2002 to 2007. Next ഇതാ കണ്ടോ, അദ്ദേഹം മരിച്ചു എന്നുള്ള എന്താണ്? He passed away on 27 July 2015 at Shillong, Meghalaya. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്താണ് passed away on? കാരണം അവിടെ ഒരു ഡേറ്റ് ആണ്. at Shillong, മേഘാലയയിലുള്ള ഷില്ലോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് മരിച്ചു. അപ്പൊ അതുകൊണ്ട് at നമ്മൾ കൊടുക്കുന്നത്. Then last എന്ത് ചെയ്യാം, ഒരു സെന്റൻസ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. He is remembered as an inspiring scientist and a great leader. സോ ഇത്രയേ ഉള്ള ഒരു പ്രൊഫൈൽ എഴുതാനുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അതൊന്നും ഇപ്പോൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇനി വലിയ ക്ലാസ്സസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്ത് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ആൻഡ് നിങ്ങളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻസ് എന്തായെന്നുള്ളതും കൂടെ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ, നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് മീ വർണിത സൈനിങ് ഓഫ്, ബൈ.